ഉമ്മൻചാണ്ടിയെ പോലുള്ള വളരെ വളരെ വ്യത്യസ്തനായ, നമുക്കൊന്നും നമ്മുടെ രാജ്യത്തോ പുറത്തോ ഒന്നും ദർശിക്കാൻ കഴിയാത്ത അപൂർവമായ ഇനത്തിൽപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കൂടെ സഞ്ചരിച്ച് യാത്ര ചെയ്ത് ജീവിച്ച് അദ്ദേഹത്തിനെക്കുറിച്ച് ഇപ്പോഴും വിസ്മയത്തോടു കൂടി ഓർത്തെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് വളരെ മനോഹരമായി പി ചാക്കോ ഇതിൽ എഴുതിയിട്ടുള്ളത്. ഞാൻ ഇത്രമാത്രം എങ്ങനെയാണ് ചാക്കോ റെക്കോർഡ് ചെയ്ത് വെച്ചത് എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. അതൊരു വിസ്മയമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണ് എന്ന് തോന്നുന്നില്ല. ഞാൻ കരുതുന്നത്, ചാക്കോ പറയും, കുറിപ്പുകൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ച് കാണണം, അല്ലെങ്കിൽ അത്യപാരമായ ഓർമ്മശക്തിയാണ് ഈ പുസ്തകത്തിൽ പ്രതിഫലിക്കുന്നത്. വളരെ ചെറിയ കാര്യങ്ങൾ തൊട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയായി ആദ്യത്തെ ഊഴത്തിൽ വരുന്ന സമയത്താണ് ചാക്കോ പിയാദിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ചെല്ലുന്നത്. അന്ന് മുതലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ പ്രാവശ്യം മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷമുള്ള 100 ദിവസത്തെ കർമ്മ പദ്ധതികൾ ഉൾപ്പെടെ, അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ സവിശേഷത ഉൾപ്പെടെ, പറക്കുന്ന മുഖ്യമന്ത്രിയായി അദ്ദേഹം കേരളത്തിലുടനീളം യാത്ര ചെയ്യുകയും ശ്രദ്ധേയനാവുകയും ചെയ്തത്. രണ്ടാമത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കൻ്റോൺമെൻറ്റ് ഹൗസ്, പ്രതിപക്ഷ നേതാവിൻ്റെ കൻ്റോൺമെൻറ്റ് ഹൗസിലെ ജീവിതം, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സംസ്ഥാനത്തുടനീളം അദ്ദേഹം ചെയ്ത യാത്രകൾ, അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ, ആ കാലഘട്ടത്തിൽ സാധാരണക്കാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭേദ്യമായ ബന്ധങ്ങൾ, രാഷ്ട്രീയത്തിലെ വിവാദങ്ങൾ, രാഷ്ട്രീയത്തിലെ സംഭവവികാസങ്ങൾ, ഇതെല്ലാം ഒരു കാലഘട്ടത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു 2004-05 അല്ലേ, ആ ഒരു സമയം തൊട്ട് ഈ 2 വർഷം മുമ്പ് വരെയുള്ള ഒരു കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ, യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ചരിത്രം, ജീവചരിത്രം എന്ന് പറയുന്നത് അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തന്നെയാണ്. ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു സംഭവങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എത്രമാത്രം കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട, ഒരു പൊതുപ്രവർത്തകന് വേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എമ്പതിയാണ്. അത്രയും കമ്പാഷനേറ്റ് ആയിട്ടാണ് അദ്ദേഹം എല്ലാവരെയും നോക്കിക്കാണുന്നത്. തൻ്റെ മുമ്പിൽ വരുന്ന ഒരാളുടെ കേസ് തുടങ്ങി താൻ കണ്ടുമുട്ടുന്ന ഒരുപാട് ആളുകളുടെ ജീവിതങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, അദ്ദേഹത്തിന് UN അവാർഡ് നേടിക്കൊടുത്ത ജനസമ്പർക്ക യാത്രയിലെ പ്രത്യേകതകൾ, ആ ജനസമ്പർക്ക യാത്രയിൽ അദ്ദേഹം സത്യത്തിൽ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ അദ്ദേഹം എപ്പോഴും സന്തോഷവാനാണ്. ആൾക്കൂട്ടം ഇല്ലാത്ത ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെ ശ്വാസം മുട്ടുന്ന ഒരാളാണ്. ഇനി ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ എത്രയോ നേരം വേണമെങ്കിലും, എത്രയോ മണിക്കൂറുകൾ വേണമെങ്കിലും ആൾക്കൂട്ടത്തിൽ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയും. ആൾക്കൂട്ടം ഇനി കെട്ടിപ്പിടിച്ചാലും ഉമ്മ വെച്ചാലും കടിച്ചാലും ഒന്നും പുള്ളിക്ക് പ്രശ്നമില്ല. എനിക്കിഷ്ടമല്ല. ഞാൻ പറയും, എന്നെ വന്ന് വല്ലാതെ പോയി, ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് കളിയാക്കി പറയും, ഒരു 5 കള്ളുകൂടിയന്മാരെങ്കിലും കെട്ടിപ്പിടിച്ചാലേ സാറിന് സന്തോഷമാവുള്ളത്. പുതുപ്പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ഇനി പുതുപ്പള്ളിക്കാർ കുഴപ്പമാണെന്ന് പറയും, ചെന്ന് കഴിഞ്ഞാലുള്ള ഇതെന്ന് വെച്ചാൽ അത്രയും സ്നേഹമാണ് പുതുപ്പള്ളിക്കാർ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയില്ല, അവിടെയൊക്കെ ചെല്ലുമ്പോൾ അറിയാമല്ല, ചെന്ന് കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള സ്നേഹം. അദ്ദേഹം അതിനെല്ലാം ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ നിന്നു കൊടുക്കും, എല്ലാത്തിനും നിന്നു കൊടുക്കും. ഒരു പ്രശ്നവും അദ്ദേഹത്തിനില്ല. നമ്മളൊക്കെ പെട്ടെന്ന്, ഞാനൊക്കെ പെട്ടെന്ന് അസ്വസ്ഥരാകും വല്ലാതെ. ഇത് കടിക്കുകയൊക്കെ ചെയ്യും ഉമ്മൻചാണ്ടി, കടിക്കും ആളുകൾ, ഇങ്ങനെ കവളത്തൊക്കെ കടിക്കും, ഉമ്മ വയ്ക്കും, ഇഷ്ടം തോന്നിയിട്ട് എല്ലാം ചെയ്യും. അതിനെല്ലാം നിന്നു കൊടുത്തു. ആൾക്കൂട്ടത്തിലാണ് അദ്ദേഹം ശരിയായിട്ടുള്ള എൻജോയ് ചെയ്തിരുന്ന ആൾ. ആ ആൾക്കൂട്ടത്തിന് ഇടയിലെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് ഒരു വരാനിരിക്കുന്ന തലമുറയ്ക്ക് വിസ്മയമായി തന്നെ തോന്നുന്ന ഒരു രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഉള്ളപ്പോഴായിരുന്നു ഞാൻ അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകിയിട്ടുള്ളൊരു സമയം. കാരണം ഫ്ലോറിൽ അദ്ദേഹം അതുപോലെയുള്ള സ്വാതന്ത്ര്യം എനിക്ക് നൽകുമായിരുന്നു. ഞാനിപ്പോൾ 25 വർഷം MLA ആയിട്ട് പൂർത്തിയാക്കുമ്പോൾ ഞാൻ കരുതുന്നത് എൻ്റെ 25 വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം, യുദ്ധപർവം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന എൻ്റെ ഏറ്റവും നല്ല സമയം 2006 മുതൽ 2011 വരെയുള്ള പ്രതിപക്ഷത്തിരുന്ന സമയമായിട്ടാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കിട്ടിയതെന്ന് ശ്രീ പുതുശ്ശേരിയൊക്കെ സഭയിലുണ്ട്. ഉമ്മൻചാണ്ടിയായിരുന്നു അവസരങ്ങൾ തന്നത്. ഒരുപാട് അവസരങ്ങൾ തന്നു, ഒരുപാട് അവസരങ്ങൾ. ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്നാൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യമുണ്ട്. ഇത്രയും മാത്രം ഗ്രാസ്പിംഗ് പവറുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥനെയും കണ്ടിട്ടില്ല, ഒരു രാഷ്ട്രീയ നേതാവിനെയും കണ്ടിട്ടില്ല. ഒരു സാധനം
പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ നമ്മളവർക്ക് ഇത് ശ്രദ്ധിക്കുന്നില്ലെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ മുഴുവൻ കാര്യം ശ്രദ്ധിച്ചിട്ട് അപ്പം നമ്മളിത് ഭയങ്കരമായി പഠിച്ച് തയ്യാറാക്കി കറക്റ്റായിട്ടാണ് പോകുന്നതെന്നുള്ള ആത്മവിശ്വാസമായിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു 2 കാര്യം ചിലപ്പോൾ അദ്ദേഹം ചോദിക്കും. നമ്മൾ ശ്രദ്ധിക്കാത്ത, നമ്മളെ ശ്രദ്ധയിൽപ്പെടാത്ത. അപ്പോൾ അത് കൃത്യമാണ്. അത് ആ കാര്യം കൃത്യമായിരിക്കും. പിന്നെ പറയും നമുക്ക് ഒരു ഡോക്യുമെൻ്റ് കൂടി വേണമായിരുന്നല്ലോ എന്ന് പറയും. സംഘടിപ്പിക്കാൻ വല്ല മാർഗം ഉണ്ടോയെന്ന് ചോദിക്കും. ഞാൻ പറയും ഞാൻ നോക്കാം എന്ന് പറയും. പക്ഷേ രാത്രിയാകുമ്പോഴേക്കും എൻ്റെ MLA ഹോസ്റ്റലിലെ മുറിയിൽ ആർക്കെ കൊണ്ടുവന്ന ഡോക്യുമെൻ്റ് തരും. ഈ സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് 4 താഴിട്ട് പൂട്ടി വെച്ച എന്ത് രഹസ്യരേഖയുണ്ടെങ്കിലും അത് എടുക്കാനുള്ള ബന്ധം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് അല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവിന് ആ ബന്ധമുണ്ട്. ഏത് രഹസ്യരേഖയും ആരുടെ എവിടെ പൂട്ടി വെച്ചിരിക്കുന്ന രേഖയാണെങ്കിലും അതിൻ്റെ ഒരു കോപ്പി നമുക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ അദ്ദേഹം പിറ്റേ ദിവസം നിയമസഭയിൽ പറയേണ്ടതാണെങ്കിൽ തലേ ദിവസം രാത്രി അത് എത്തിച്ചേരും.